ഇറാൻ യുദ്ധം ഒരു പ്രോട്രാക്റ്റഡ് വാർ അഥവാ നീണ്ടു നിൽക്കുന്ന യുദ്ധമായി മാറുമെന്ന ആശങ്ക സത്യമാകുന്നു. പലവട്ടം ചർച്ചകൾ നടന്നു. അതിനും ഇരട്ടിത്തവണ ചർച്ചകൾക്കുള്ള ശ്രമം നടന്നു. ഇപ്പോഴിതാ ചർച്ചകൾ വഴിമുട്ടി. ഇറാനെതിരെ വീണ്ടും കടുത്ത സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. വെടിനിർത്തൽ കരാർ നീണ്ടു നിൽക്കുമെന്നും അത് ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നുമുള്ള പ്രതീക്ഷ മങ്ങുകയാണ്. വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ആക്രമണം പുനരാരംഭിക്കുന്നതുൾപ്പെടെ എല്ലാ സാധ്യതകളും ചർച്ച ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ തകർന്നിരിക്കെ ഒരു കരാറിനുള്ള സാധ്യത ഉറപ്പാക്കാൻ സമ്മർദ്ദം തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ നീക്കം തടസ്സപ്പെട്ടതും ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങളുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ചർച്ചകളിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ വിഡ്ഢിത്തമാണ് എന്നാണ് ട്രംപിന്റെ ആക്ഷേപം. ഇറാനിൽ മിതവാദികളും ഭ്രാന്തന്മാരുമുണ്ട് എന്നും മിതവാദികൾക്ക് കരാറിൽ താല്പര്യമുണ്ട് എങ്കിലും തീവ്രവാദികൾ അത് അട്ടിമറിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ധാരണയിലെത്തിയ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്നുവെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ പക്കൽ ഏറ്റവും മികച്ച പ്ലാൻ ഉണ്ടെന്നും ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് ട്രംപിന്റെ നിലപാട്. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നും അത് നിലനിൽക്കാൻ വെറും 1% സാധ്യത മാത്രമേയുള്ളൂവെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തികച്ചും ന്യായമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും ഇത് മേഖലയുടെ ആകെ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നും ഇറാൻ ആവർത്തിക്കുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾ സമാധാന ചർച്ചകളെ വഴിമുട്ടിച്ചിരിക്കുകയാണ്. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറുപടിയായി എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ സമർപ്പിച്ചത്. പക്ഷേ ട്രംപ് അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. എനിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപ് സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ലഭിച്ച ഇറാന്റെ മറുപടിയാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നില്ല. ആണവ പ്രശ്നങ്ങളും ഉപരോധങ്ങളും സംബന്ധിച്ച ചർച്ചകൾ പിന്നീട് നടത്താമെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും മരവിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ സമാധാന ചർച്ചകൾ തുടരുന്നുണ്ട് എങ്കിലും ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തടസ്സമായി തുടരുകയാണ്. ഒടുവിലത്തെ സംഘർഷ സാധ്യതയിൽ രാജ്യത്തിന് നേർക്കുള്ള ഏതൊരു നീക്കവും ശക്തമായി ചെറുക്കുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഗാലിബാഫ് പറയുന്നുണ്ട്. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന 14 ഇന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിലെ കാലതാമസം അമേരിക്കൻ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക പ്രകോപനത്തിന് US മുതിർന്നാൽ തിരിച്ചടി നൽകാൻ തങ്ങൾ സജ്ജമാണ് എന്നും ഗാലിബാഫ് വ്യക്തമാക്കുന്നു. ഏതൊരു ആക്രമണത്തിനും തക്കതായ മറുപടി നൽകാൻ ഇറാന്റെ സായുധ സേന സജ്ജമാണ്. തെറ്റായ തന്ത്രങ്ങളും തീരുമാനങ്ങളും എപ്പോഴും തെറ്റായ ഫലങ്ങളിലേക്ക് നയിക്കൂ എന്ന് ലോകത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഗാലിബാഫ് പറയുന്നുണ്ട്. എല്ലാ സാധ്യതകൾക്കും തയ്യാറെടുത്തിരിക്കുന്നുവെന്നും ഞങ്ങളുടെ നീക്കങ്ങൾ അമേരിക്കയെ അമ്പരിപ്പിക്കുമെന്നും ഗാലിബാഫ് അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ മാസങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. US മുൻകൈയെടുത്ത കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇറാന്റെ പക്ഷം. അതിനിടയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ തയ്യാറായതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്ന് പത്രം പറയുന്നു. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന US-ന്റെ ആവശ്യവും ഇറാൻ തള്ളി. ഇറാൻ അമേരിക്ക സംഘർഷാവസ്ഥ മുറുകുമ്പോൾ തന്നെ സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാനെ വെട്ടിലാക്കി CBS ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ പാർക്ക് ചെയ്യാൻ രഹസ്യമായി അനുവദിച്ചിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ട്. ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തിലേക്കാണ് മാറ്റിയത് എന്ന് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ CBS ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുമ്പോഴാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. റിപ്പോർട്ട് ശരിയാണ് എങ്കിൽ മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന്റെ റോൾ പുനഃപരിശോധിക്കണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സെ ഗ്രഹാം പറയുന്നു. അതേസമയം റിപ്പോർട്ട് പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുമുണ്ട്.
നൂർഗാൻ വ്യോമതാവളം നഗരഹൃദയത്തിലാണ് എന്നും അവിടെ പാർക്ക് ചെയ്ത വിമാനങ്ങൾ പൊതുജനങ്ങൾക്കടക്കം കാണാമെന്നും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കെ തന്നെ ട്രംപിന്റെ ചൈന സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ ഇറാൻ വിഷയം മുഖ്യമാകുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയാണ് ചൈന. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ നഷ്ടവും ചൈനയ്ക്കാണ്. അമേരിക്കയുടെ ഉൾപ്പെടെ ഉപരോധം വർഷങ്ങളായി ഇറാൻ നേരിടുകയാണ്. എന്നാൽ ഉപരോധത്തെ അവഗണിച്ച് ഇറാനിൽ നിന്ന് വളരെ വിലക്കുറവിൽ എന്നാൽ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധത്തിൽ ചൈന അമേരിക്കയോട് എന്തു പറയുന്നു എന്നത് പ്രധാനമാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന പൊതു നിലപാട് അല്ലാതെ ഇറാനെ പിന്തുണയ്ക്കുന്ന തരത്തിലോ അമേരിക്കയെ എതിർക്കുന്ന തരത്തിലോ ചൈന പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. യുദ്ധവും ഇപ്പോഴുള്ള ദുർബലമായ വെടിനിർത്തലുമായി 2.5 മാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ചൈന ഒരു നിലപാടെടുക്കുമെന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നു. ലോകമാകമാനം എണ്ണവില ഉയർന്ന സാഹചര്യവും ചൈനയിലെ ഉൽപാദന മേഖലയിലെ നഷ്ടവും പരിഗണിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ട്രംപിനോട് ആവശ്യപ്പെടുമെന്നാണ് പലരും കരുതുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച UAE സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ചയാണ് സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ ഉണ്ടായ സംഘർഷത്തിൽ പരസ്പരം വലിയ പിന്തുണയാണ് ഇന്ത്യയും UAEയും നൽകിയത്. മെയ് 15 മുതൽ 20 വരെ നീളുന്ന ലോക പര്യടനത്തിന്റെ തുടക്കത്തിലാണ് UAEയിലെ സന്ദർശനം. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനകളായ ഒപെക്, OPEC പ്ലസ് എന്നിവയിൽ നിന്ന് പുറത്തു വന്ന UAEക്ക് ഇനി എണ്ണ വിൽപ്പനയിൽ സ്വതന്ത്ര നിലപാടെടുക്കാം. ഒരു ദിവസം 50 ലക്ഷം ബാരൽ എണ്ണ കുഴിച്ചെടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യവുമുള്ള UAE വർഷങ്ങളായി 35 ലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് കുഴിച്ചെടുക്കുന്നത്. എണ്ണവില താഴാതിരിക്കാൻ OPEC സംഘടന എണ്ണ ഉൽപാദനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നത്തിൽ OPEC സംഘടനയിലെ മറ്റ് അറബ് രാജ്യങ്ങൾ ശക്തമായി പ്രതികരിച്ചില്ല എന്നാരോപിച്ചാണ് UAE സംഘടനയിൽ നിന്ന് ഒഴിഞ്ഞത്. അതോടെ ദിവസം 50 ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ UAEക്ക് കഴിയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഫുജേർ വഴി എണ്ണ വിൽപ്പന നടത്താനാണ് UAEയുടെ പദ്ധതി. ലോകത്താകമാനം വാഹന വ്യവസായം വൈദ്യുതി വാഹനങ്ങളിലേക്കും ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളിലേക്കും മാറുന്നതും UAEയുടെ തീരുമാനത്തെ സ്വാധീനിച്ചു എന്ന് പറയാം. വൈദ്യുത വാഹനങ്ങൾ വ്യാപകമാകുന്നതോടെ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ എണ്ണം കുറയും. സ്വാഭാവികമായും എണ്ണയുടെ ആവശ്യവും കുറയും. അപ്പോൾ എത്ര നാൾ കൂടി എണ്ണ വിറ്റ് പണമുണ്ടാക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് പരമാവധി എണ്ണ ഉൽപ്പാദിപ്പിച്ച് എത്രയും പെട്ടെന്ന് പണം നേടുക എന്നതും അവരുടെ പദ്ധതിയാണ്. നിലവിൽ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ വിൽക്കാനും കഴിയും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ UAEയുമായി ഇന്ധനത്തിനും വാതകത്തിനും സഹകരണം ഉണ്ടാക്കുമെന്നാണ് അനുമാനം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങളിൽ നിർണായകമാണ്.